പാഥ ശ്രീജിത്ത് പണിക്കർ കോൺഗ്രസ് വക്താവെന്നാണ് BJP വക്താവ് പറയുന്നത്. അതിന് ശ്രീജിത്ത് പണിക്കർ നല്ല ഒന്നാന്തരം ഊക്കലാണ് BJP വക്താവിന് കൊടുത്തേക്കുന്നത്. ഇനി ഊക്കൽ എന്ന് പറയുന്നത് തെറ്റായ വാക്കാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എനിക്ക് എൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം അറിയില്ല, അതുകൊണ്ടാണ്. ഒരിക്കലുമല്ല, നല്ല വാക്കാ. അപ്പോൾ ശ്രീജിത്ത് പണിക്കരെ പൊളിച്ചെടുക്കാൻ വന്ന BJP നേതാവിന് 8ന്റെ പണി തിരിച്ച് ശ്രീജിത്ത് പണിക്കർ കൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ചില BJP നേതാക്കൾക്ക് ശ്രീജിത്ത് പണിക്കരെ കാണുമ്പോൾ വല്ലാത്ത ചൊറിച്ചിലാണ്. അത് നല്ല ഒന്നാന്തരം മാന്തലായി ശ്രീജിത്ത് പണിക്കർ തിരിച്ചു കൊടുക്കാറുമുണ്ട്. ഇവിടെ എന്താണ് സംഭവം? ഇതിനെ യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പണിക്കർ ഈ പറയുന്ന BJPയുടെ വക്താവ് ഗണേഷിനെ എടുത്തുടുത്തു കളഞ്ഞു എന്ന് തന്നെ പറയണം. വടി കൊടുത്ത് അടി മേടിച്ചു. ആരോടാണ് കളിക്കുന്നത് എന്നുള്ളൊരു സാമാന്യമായ ബോധം ഈ ഗണേശന് ഉണ്ടാവണമായിരുന്നു. ഗണേശൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് BJPയെ ന്യായീകരിക്കുന്നതിന് മുമ്പ് തന്നെ BJP ചെയ്യുന്ന നല്ല കാര്യങ്ങളെ, റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ യാഥാർത്ഥ്യത്തെ ഇവിടെ ഒരു പറ്റം ആളുകൾ ചേർത്തുകൊണ്ട് സമൂഹത്തിൽ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാതെ ഇവിടുത്തെ ഇടത് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് മാത്രം ചർച്ച കൊണ്ടുപോയി CAA എതിർക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ മുസ്ലിം നിയമങ്ങളുണ്ടല്ലോ, ഈ മുത്തലാഖ് പോലുള്ള നിയമങ്ങളെ എതിർക്കുമ്പോൾ ഇതൊക്കെ BJPയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്, വർഗീയതയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. എന്താണ് CAA, എന്താണ് ഈ പറയുന്ന മുത്തലാഖ് നിയമങ്ങൾ, അതുപോലെ തന്നെ വഖഫ് ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ കൃത്യമായി പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത്. അമിതമായി ക്ഷോഭ്യമൊന്നും അദ്ദേഹം അങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ഒരു പ്രത്യേക ഒരു മോഡുലേഷനിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പക്ഷെ അത് കുറുക്കി കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ. പഠിച്ചു മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. ഏത് വിഷയം അദ്ദേഹം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ കൃത്യമായ രീതിയിൽ പറയേണ്ടതുപോലെ പറഞ്ഞു പോകുന്ന ആളാണ്. BJPക്കാർക്ക് എത്രയാൾക്ക് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ് ഫലിപ്പിക്കുന്ന പോലെ BJP പൊളിറ്റിക്സ് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമായിരുന്നു? ഫലിപ്പിക്കാൻ ആരും കഴിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ നല്ല ഭാഗങ്ങൾ പോലും ഈ പറയുന്ന BJPക്കാർക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. സന്ദീപ് വാര്യരും ഇപ്പോൾ യുവരാജ് ഗോകുലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ആ രീതിയിലേക്ക് വന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആരുണ്ട്? നന്നായിട്ട് സംസാരിക്കുന്ന ഒരു BJP വക്താവായിരുന്നു. എല്ലാവരും കൂടെ അടിച്ചോടിച്ച് കോൺഗ്രസിലേക്ക് കയറ്റി വിട്ടു എന്നുള്ളതാണ്. അതിലേക്ക് അപ്പുറത്തേക്ക് ആരുണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറയുകയും CAA എന്ന് പറയുന്ന ഒരു നിയമത്തിനെ പറ്റി ചർച്ച സംഘടിപ്പിച്ചപ്പോൾ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരോട് ഏറ്റുമുട്ടാൻ പല സിംഹങ്ങളും വന്നിട്ടും ആർക്കും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരു മറുപടി പറയാൻ കഴിയണ്ടേ? അങ്ങനെ മറുപടി പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അതിനെ എന്താണ് CAA എന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഒരു വിഷയവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിന്ദു കൃഷ്ണ, അതായത് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ബിന്ദു കൃഷ്ണ അവിടെയുണ്ട്, അതുപോലെ തന്നെ BJPയുടെ വക്താവായിട്ടുള്ള ഗണേഷ് ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷണമായിട്ടുള്ള ശ്രീജിത്ത് പണിക്കറുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയാണ്, വിനുവാണ് ചർച്ച നയിക്കുന്നത്. അങ്ങനെ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുമ്പം ശ്രീജിത്ത് പണിക്കർ കുറേ കാര്യങ്ങൾ പറയുന്നു. ആ കാര്യം പറഞ്ഞതിന് ശേഷം ഗണേഷിലേക്ക് തിരിഞ്ഞപ്പോൾ ഗണേഷ് പറയുന്നത് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ അത്ര എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ വിനു ഇടപെടുന്നുണ്ട്. വിനു പറയുകയാണ്, എൻ്റെ അറിവിൽ ശ്രീജിത്ത് പണിക്കർ കോൺഗ്രസ് വക്താവല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു ബിന്ദു കൃഷ്ണ പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നീട് ശ്രീജിത്തിൻ്റെ ഊഴം വരുന്നു. വളരെ മനോഹരമായി അദ്ദേഹം പറയുന്നുണ്ട്, BJPയുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള സഖാവ് ഗണേഷ്. വളരെ അതിനപ്പുറത്തേക്ക് ഒരു അടി എന്താണ്? അതായത് ഞാൻ വക്താവൊന്നുമല്ല, ഞാൻ ഔദ്യോഗികമായ ഒരു പണിക്കും ഒരു BJP വക്താവായിട്ട് എവിടെയും നിന്നിട്ടില്ല. നിങ്ങളൊക്കെ കൂടിയാണ് അങ്ങനെ ഒരു ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തിയത്. പക്ഷെ നിങ്ങൾ BJPയുടെ ഔദ്യോഗിക വക്താവ് സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ സഖാവായിരിക്കുന്ന ഗണേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ പറയുമ്പോൾ ഗണേഷ് പറഞ്ഞു, വെറുതെ അല്ല K. സുരേന്ദ്രൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനും കിട്ടി അടി. കൃത്യമായി പറഞ്ഞു, K. സുരേന്ദ്രൻ ഇവിടെ 35 സീറ്റിൽ ജയിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ജനങ്ങൾ അത് വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ എല്ലാത്തിനും ഇങ്ങനെ മേടിച്ച് കൂട്ടുക, അതെ, മേടിച്ച് കൂട്ടുക എന്ന് പറയുന്നില്ലേ, അതാണ് കൂട്ടുന്നത്. ഇപ്പം ഇതിൻ്റെ അടിയിലുള്ള കുറെ കമന്റുകൾ എടുത്ത് ഞാൻ വായിച്ചു നോക്കി. ഞാനൊരു BJPക്കാരനാണ്, പക്ഷേ ശ്രീജിത്ത് പണിക്കരെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാര്യം, ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം BJPയുടെ പാർട്ടി മെമ്പറോ BJPയുടെ ഔദ്യോഗികമായുള്ള സ്ഥാനം വഹിക്കുന്ന ആളോ ഒന്നുമല്ല.
അദ്ദേഹത്തിന്റെ നിലപാടുകൾ പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ്. അദ്ദേഹം പിന്നെ ചില കാര്യങ്ങളിൽ BJPക്ക് അനുകൂലമായി സംസാരിക്കും, ചില കാര്യങ്ങളിൽ അദ്ദേഹം കോൺഗ്രസ് അനുകൂലമായി സംസാരിക്കും, ചില കാര്യങ്ങളിൽ CPM അനുകൂലമായി സംസാരിക്കും. അതൊന്നും കക്ഷി രാഷ്ട്രീയം ബേസ് ചെയ്തുകൊണ്ടല്ല, അതിലെ മെറിറ്റ് എന്താണോ നമ്മൾ സംവദിക്കുന്ന ആശയം, ആ ആശയത്തിന്റെ മെറിറ്റ് അനുസരിച്ചാണ് സംസാരിക്കാറ്. ഇപ്പൊ ഞാനും ധന്യയും ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ധന്യ ഒരു RSS കാരിയാണ്, ഞാനൊക്കെ സംഘിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ തെറി പറഞ്ഞിട്ടുള്ളത്, ചീത്ത പറഞ്ഞിട്ടുള്ളത്, വിമർശിച്ചിട്ടുള്ളത് BJPക്കാർ തന്നെയാണ്. അതാരും കാണില്ല. പക്ഷെ നേരെ തിരിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മുദ്ര കുത്താറ്. അതുപോലെ ശ്രീജിത്ത് പണിക്കർ സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പം അങ്ങനെ പറയുന്നില്ല. ഇപ്പം സംഘികൾ തന്നെയാണ്. സംഘികളെന്ന് ഞാൻ പറയുന്നത് പ്രവർത്തകരല്ല, സാധാരണ പ്രവർത്തകരല്ല. ഈ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ചില കാര്യങ്ങൾ സന്ദീപ് വാര്യർ ശ്രീജിത്ത് പണിക്കർ തുറന്നു കാണിച്ചു. അതായത് സംസ്ഥാന നേതൃത്വത്തിലെ അടി, ഗ്രൂപ്പ് പോലും അതാണ് തുറന്നു കാണിച്ചത്. ശരിയാണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അടി, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രീജിത്ത് പണിക്കർ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനോട് സുരേന്ദ്രന് വലിയ ചൊറിച്ചിൽ വന്നു. ആ ചൊറിച്ചിലുള്ള മരുന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രീജിത്ത് പണിക്കരുടെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതും വാങ്ങി പുരട്ടി മൂപ്പർ നാട്ടിൽ പോകാൻ, വീട്ടിൽ പോകാൻ ഇപ്പം അങ്ങനെ കളിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ സംഭവം വരുന്നത്. ഇവിടെ ശ്രീജിത്ത് പണിക്കർ ഒരു വിഷയം കിട്ടുമ്പോൾ ശ്രീജിത്ത് പണിക്കർ പിന്നെ എന്ത് തോന്നിവാസവും പറയുമ്പോൾ അതൊക്കെ BJPക്ക് അനുകൂലമായി പറയാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും തോന്നിവാസം കോൺഗ്രസോ CPM ചെയ്ത് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ 100% നിഷ്പക്ഷം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 80% വരെ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തെ പോലെയൊക്കെ ഒരു പരിധി വരെയൊക്കെ നിഷ്പക്ഷത പുലർത്തി തന്നെയാണ് ഇവരൊക്കെ പോകുന്നത് എന്നുള്ളത്. അതിൽ അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീജിത്ത് പണിക്കരും ഒക്കെ വ്യത്യസ്തരാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതെ. അപ്പൊ അത് BJP പരമായി എല്ലാ കാലവും ഞങ്ങൾക്ക് അനുകൂലമായി മാത്രമേ സംസാരിക്കാവൂ എന്ന് പറയുന്ന ഒരു ധാരണയൊന്നുമില്ല. ഇത് തന്നെയാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നം. ഞങ്ങളെ അനുകൂലിക്കുന്നവർ, ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, അവർ പറയും ഞങ്ങളെ അനുകൂലിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ മറ്റുള്ള പാർട്ടിക്കാരാവും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്താൽ ആ പാർട്ടിക്ക് സന്തോഷം, മറ്റേ പാർട്ടി നമ്മൾ ശത്രുക്കൾ. ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ പണ്ട് സുകുമാർ അഴീക്കോടിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ടായിരുന്നു. സാഗര ഗർജനമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കെതിരെ കൃത്യമായി പ്രതികരിച്ച് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച ആളായിരുന്നു അഴീക്കോട് മാഷ്. അഴീക്കോട് മാഷൊന്നും ഇപ്പം മരണപ്പെട്ടു പോയതിൻ്റെ, നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം സാംസ്കാരിക നായകർ എന്ന് പറയുന്ന കുറേ ആളുകൾ ഇവിടെ അവാർഡിന് വേണ്ടിയിട്ടും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ആ ഇടത്തിൽ നിന്ന് ശ്രീജിത്ത് പണിക്കർ വ്യത്യസ്തനാവുന്നത് ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിലൂടെയാണ്. ഏതെങ്കിലും ഒരു നിലപാട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം RSSുമായി ബന്ധപ്പെട്ട് എല്ലാ പള്ളികൾക്കിടയിലും ശിവലിംഗങ്ങൾ തിരയരുത് എന്ന് പറഞ്ഞ RSSന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീജിത്ത് പണിക്കരുമായി ഒരു ചർച്ച നടത്തി. അതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുക്കളുടെ മുഴുവൻ ഉത്തരവാദിത്തമൊന്നും ആരും RSSനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ പ്രദേശത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത്, ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരാൾ പള്ളി പണിഞ്ഞിട്ട് അതിൻ്റെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഞാനത് RSS ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കി നിൽക്കും എന്നാണോ? അങ്ങനെയല്ല. RSS പറയേണ്ടിയിരുന്നത്, ഞങ്ങൾക്ക് ഈ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല, നിങ്ങളിങ്ങനെ സമാധാനം അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കരുത്, കോടതി വഴി നിങ്ങൾ നീങ്ങുക, നിയമത്തിൻ്റെ വഴിക്ക് പോവുക, സമാധാനം തകരുന്ന വിധത്തിൽ ഒന്നും ചെയ്യരുത് എന്നതായിരുന്നു RSS പറയേണ്ടിയിരുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. തീർച്ചയായും ആ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഇല്ലേ? തന്നെയാ, കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാതെ ഈ തരത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ആളുകളെ എതിർക്കാനുള്ള ശ്രമമാണ് സുഡാപ്പികളായാലും സംഘികളായാലും കമ്മികളായാലും കൊങ്ങികളായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ചാപ്പയടിക്കുക എന്നുള്ള കാര്യം. ഇത് തിരുത്തിപ്പോയില്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് പല ബുദ്ധിമുട്ടുകളുണ്ടാവുക. പണ്ട് കാലത്ത് വിമർശനങ്ങളെ നേരിടുകയും വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുന്ന കാലത്ത് ഇന്ന് എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവനാണ് ശത്രു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ധന്യ നേരത്തെ പറഞ്ഞതുപോലെ, എന്ത് തന്നെ പറഞ്ഞാലും 10 ശ്രീജിത്ത് പണിക്കർക്കെതിരെ പറയുമ്പോൾ 1001 തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം കൂടി ആലോചിച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തോടൊക്കെ മുട്ടാൻ പോവുക.